ഗാല ടെസ്റ്റ് നാലാം ദിനത്തിൽ 178 റൺസിന്റെ ലീഡിന്റെ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യൻ ടീം ബാറ്റിംഗിനിറങ്ങുന്നത്. മൂന്നാം ദിനം മഴ മൂലം കളി നിർത്തിവെക്കുന്നതിന് മുൻപ് ആതിഥേയരായ ശ്രീലങ്കയെ ഓൾ ഔട്ടാക്കിയാണ് ഇന്ത്യ കളി അവസാനിപ്പിച്ചത്. 274 റൺസാണ് ശ്രീലങ്കയ്ക്ക് നേടാനായത്. ഇന്ത്യക്ക് വേണ്ടി മാനവ് സുധർ 4 വിക്കറ്റ് വീഴ്ത്തി. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ നേടിയത് 462 റൺസാണ്. ഈ കൂറ്റൻ സ്കോർ ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇന്നിറങ്ങുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പിൽ അന്വേഷണത്തിൽ ആദ്യ SIT അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ ചമ്പത് റായ്, അനിൽ മിശ്ര എന്നിവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് പുതിയ റിപ്പോർട്ട്. തട്ടിപ്പിൽ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് പങ്കില്ലെന്നും ക്ഷേത്രത്തിലെ കാണിക്ക എണ്ണുന്ന ചുമതലയുള്ള താഴെ തട്ടിലുള്ള ജീവനക്കാർ മാത്രമാണ് ക്രമക്കേടുകൾക്ക് പിന്നിലെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പണം കൈകാര്യം ചെയ്യുന്നതിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും തിരിമറികളുമാണ് പരാതികൾക്ക് ഇടയാക്കിയതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൂടാതെ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ക്ഷേത്രത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്നും സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നും SIT റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രൂപീകരിച്ച രണ്ടാമത്തെ പ്രത്യേക അന്വേഷണ സംഘം സംഭവത്തിൽ ഇപ്പോഴും വിശദമായ അന്വേഷണം തുടരുകയാണ്.